Hi all, good evening and welcome back. അപ്പോൾ ഇന്ന് 109 ഒരു ഫ്രീ ക്ലാസ് ആണ്. ഇന്നും നാളെയും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഷുവർ ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഉറപ്പുള്ള ഒരു ചാപ്റ്ററാണ്. 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും എന്ന് ഉറപ്പുള്ള ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. യൂണിറ്റ് 15 എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് യൂണിറ്റ് 15. നമ്മൾ നോക്കുകയാണെങ്കിൽ സൈക്ലിസ്റ്റ് സ്റ്റഡി പ്ലാൻ, അതായത് ഓരോ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ സ്റ്റുഡൻസിന് ഓരോ ചാപ്റ്റർ വൈസ് കൊടുക്കുന്ന സ്റ്റഡി പ്ലാൻ ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ, ഡെവലപ്മെന്റൽ സൈക്കോപാത്തോളജി, അതായത് ഡെവലപ്മെന്റൽ പീരീഡിൽ, അതായത് നമ്മളെ ഒരു ഡെവലപ്മെന്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ജനിച്ച ഉടനെ മുതൽ ഒരു 10-12 അല്ലെങ്കിൽ ഒരു 16 വയസ്സിനുള്ളിലാണ് ഈ ഡെവലപ്മെന്റൽ പീരീഡ് വരുന്നത്. ഈ സമയത്ത് വരുന്ന മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സൈക്കോപത്തോളജി എന്തൊക്കെയാണെന്ന് 2 ചാപ്റ്ററിലായിട്ടാണുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻസ് നോക്കിയേ, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കോസ് ഓഫ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ ADHD. എക്സ്പ്ലെയിൻ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ ആൻഡ് സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ അമോങ് ചിൽഡ്രൻ. ഇത് ജൂൺ 2022 ADHD 2021 ചോദിച്ചത്. എക്സ്പ്ലെയിൻ സിംപ്റ്റംസ് ആൻഡ് ഇഷ്യൂസ് ഇൻ ഡിപ്രഷൻ അമോങ് ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് ആണ് മൂന്നാമത്തെ. കുട്ടികളിലും അഡോളസൻസിലും വരുന്ന ഡിപ്രഷനെ പറ്റിയിട്ടാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉള്ളത്. 2023 ജൂണിലാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് നാലാമതായിട്ട് ചോദിച്ചിട്ടുള്ളത് ഡിഫൈൻ ID അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. പണ്ട് MR മെന്റൽ റിട്ടാർഡേഷൻ എന്ന് വിളിച്ചിട്ടുള്ള ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്താണ് ഡിഫൈൻ ചെയ്യാൻ ഡിസ്കസ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഴ്സസ്. അപ്പൊ എല്ലാ വർഷവും ആ ഒരു ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ, നോക്കിയാലോ. ഡെവലപ്മെന്റൽ സൈക്കോ പത്തോളജി. ഇപ്പൊ ഞാൻ എക്സാം ഒരുപാടുണ്ട്, ഞാൻ എക്സാമിന് വേണ്ട പോയിന്റ്സും അങ്ങനത്തെ കാര്യങ്ങളും മാത്രമാണ് എനിക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. അപ്പൊ ഡെവലപ്മെന്റൽ സൈക്കോപാത്തോളജി എന്താണ്? Developmental psychopathology mainly focus on the disorder related to childhood within the context of lifespan development. ഈ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് സമയത്ത് ചൈൽഡ്ഹുഡിൽ വരുന്ന ഒരു ഡിസോർഡേഴ്സിനെയാണ് ഡെവലപ്മെന്റൽ സൈക്കോപാത്തോളജി എന്ന് പറയുന്നത്. ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു പോയിന്റ് നിങ്ങൾ എഴുതി വെക്കണം ആസ് ദ മെയിൻ ഇൻട്രഡക്ഷൻ. ഡെവലപ്മെന്റൽ സൈക്കോപാത്തോളജി എന്ന് പറയുന്നത് എന്താണ്? ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു ചൈൽഡ്ഹുഡ്, ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിലെ ചൈൽഡ്ഹുഡിൽ വരുന്ന രോഗങ്ങളെയാണ് ഡെവലപ്മെന്റൽ സൈക്കോപാത്തോളജി, അല്ലെങ്കിൽ ആ സമയത്ത് ഡെവലപ്പ് ചെയ്തതിനാണ് ഡെവലപ്മെന്റൽ സൈക്കോപാത്തോളജി എന്ന് പറയുന്നത്. Childhood becomes an important phase because it is a critical period where development occurs in various spheres such as cognitive, social, emotional and other areas. Childhood എന്നാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ഫേസ് ആണ്. കാരണം നമ്മുടെ മാനസികാരോഗ്യം മാത്രമല്ല, നമ്മുടെ ബുദ്ധി വികാസം, കോഗ്നിറ്റീവ്, സോഷ്യലി, ഇമോഷണലി എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് എന്ത്? ചൈൽഡ്ഹുഡ്. സോ ആ സമയത്ത് രൂപപ്പെടുന്ന മാനസിക പ്രശ്നങ്ങളും കൂടിയാണ് ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. അപ്പൊ എന്താണ് ഡെവലപ്മെന്റൽ സൈക്കോപാത്തോളജി? ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു ചൈൽഡ്ഹുഡ് വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്. ആദ്യത്തെ രോഗമാണ് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ADHD ഒരു 3 ടൈപ്പ് ADHD ഉണ്ട്. ഒന്ന് അറ്റൻഷൻ ഡെഫിസിറ്റ് മാത്രം വരാം, അതായത് കുട്ടിക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് എന്തെങ്കിലും നിങ്ങൾ ഒരു പേജ് നോക്കിയിട്ട് ആ പേജ് ഒന്ന് അവിടെ വേറെ ഡിസ്ട്രാക്ട് ആയി പോകും, അറ്റൻഷൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, അതാണ് അറ്റൻഷൻ ഡെഫിസിറ്റ്. ഇനി ഹൈപ്പർ ആക്ടിവിറ്റി മാത്രം വരാം, അങ്ങനെ ഓടിച്ചാടി, അതായത് ഒരിടത്ത് അടങ്ങിയിരിക്കാതെ പിരിവിരിപ്പ് എന്നൊക്കെ പറയും. ഒരു ആ കുട്ടികൾക്ക് എക്സസ് എനർജി ആയിരിക്കും, ഒരിടത്ത് അവർ അടങ്ങിയിരിക്കത്തില്ല, അതാണ് ഹൈപ്പർ ആക്ടിവിറ്റി. അപ്പൊ അറ്റൻഷൻ ഡെഫിസിറ്റ് മാത്രം വരാം, ഹൈപ്പർ ആക്ടിവിറ്റി മാത്രം വരാം, രണ്ടും കൂടി ഒരുമിച്ച് വരാം. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ADHD is a common disorder in kids and teenagers affecting daily life and causing disruption to others. അതായത് അവരുടെ ഡെയിലി ലൈഫിനെ ബാധിക്കും ADHD വന്നാൽ, അതുപോലെ തന്നെ അവരുടെ ചുറ്റുമുള്ളവരുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന രീതിയിലുള്ളതാണ്. ഈ അടുത്തല്ലേ നമ്മള് ഫഹദ് ഫാസിൽ പറഞ്ഞു, he is having attention deficit hyperactivity. Kids with ADHD, കിഡ്സ് വിത്ത് കുറെ പേര് ജോയിൻ ചെയ്യുന്നുണ്ട്, അതാണ് ഇടയ്ക്കൊന്ന് പോയത്.
കിഡ്സ് വിത്ത് ADHD may struggle with attention, excess activity ആയിരിക്കും അവർക്ക് ഉണ്ടാവുക, ഭയങ്കര ഇമ്പൾസിവിറ്റി ആയിരിക്കും, leading to problems at school, home and other areas. ഭയങ്കര പിരിപിരുത്തുന്നോണ്ട് നിൽക്കുകയാണ് പിള്ളേരെ പാവം ചെയ്യുക. ADHD has 3 subtypes. എന്താണ്? കമ്പൈൻഡ്, അതായത് ഇൻഅറ്റൻഷനും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒരുമിച്ച് വരാം, ഇൻആക്ടിവിറ്റി മാത്രം വരാം, അതാണ് ADD. ഇനി ഹൈപ്പർ ആക്റ്റീവ് മാത്രം വരാം, അതുകൊണ്ട് 3 ഉണ്ട്. ഒന്ന് ഇൻആക്റ്റീവ് മാത്രം വരാം, ഒന്ന് ഹൈപ്പർ ആക്റ്റീവ് അല്ലെങ്കിൽ ഇമ്പൾസ് മാത്രം വരാം, ബോത്ത് കമ്പൈൻ ചെയ്ത് വരാം. എന്താണ് ഇൻഅറ്റൻഷൻ? Inattention include issue with arousal, sustained attention, focus, vigilance and distractibility. ഈ ഇൻഅറ്റൻഷനിൽ വരുന്നത് എന്താ വെച്ചാൽ പെട്ടെന്ന് എന്താണ് അറൗസലിന് പ്രശ്നം, അതായത് അറൗസ് ആവാൻ തന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ്, അതായത് ഉണരാൻ തന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെന്താണ് സസ്റ്റെയിൻഡ് അറ്റൻഷൻ, അതായത് ഒരു വസ്തുവിലേക്ക് കുറെ നേരം ശ്രദ്ധ നിലനിർത്തുന്നതിനെയാണ്, കേന്ദ്രീകരിക്കുന്നതാണ് സസ്റ്റെയിൻ അറ്റൻഷൻ എന്ന് പറയുന്നത്. ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, വിജിലന്റ് ആയിരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആയിപ്പോ. These challenges can impact functioning in various settings. ഇതൊക്കെ വേരിയസ് സെറ്റിംഗ്സിനെ ബാധിക്കാം, സ്കൂള്, ഹോം, എല്ലായിടത്തും ബാധിക്കാം. Selective attention is the ability to focus on important things while ignoring unimportant details. കണ്ടോ, സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് വെച്ചാൽ ഒരു വസ്തുവിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക, ബാക്കിയുള്ളതിനെ ഇഗ്നോർ ചെയ്യുക. അതായത് നമ്മളിപ്പോ പഠിക്കാതിരിക്കാൻ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക, അവിടെ റേഡിയോ ഓൺ ശ്രദ്ധിക്കാതിരിക്കുക, അച്ഛൻ എന്തോ സംസാരിക്കുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ ഈ പണത്തിൽ മാത്രം, അതായത് ഒരു ഫോക്കസ് സെലക്ട് ചെയ്ത് അതിന് മാത്രം ശ്രദ്ധ കൊടുക്കുക, ബാക്കിയുള്ളതിനെ ഇഗ്നോർ ചെയ്യുന്നതിനെയാണ് സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഈ സെലക്റ്റീവ് അറ്റൻഷൻ ഒന്നും ADHD പിള്ളേർക്ക് ഉണ്ടാവേ ഇല്ല. ADHD affect children and adolescents, causing difficulty in daily life and possibly disrupting others around them. Sometimes ഒന്നുകൂടെ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ, ഇനറ്റീവ് ആണ്, അവർക്ക് സ്കൂൾ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. Children with attention difficulties may struggle to follow instruction. ഇനി അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ളവർക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ പാലിക്കാൻ പറ്റൂല, leading to appearance of not listening or being disinterested in task. അതായത് അവർക്ക് ഒരു ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തതിനെ കൊണ്ട്, അതായത് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ട് അവരെങ്ങനത്തെ കുട്ടികളായിട്ട് ശ്രദ്ധയില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ ഒരു ടാസ്കിലും ഇൻട്രസ്റ്റഡ് ഇല്ലാത്ത കുട്ടികളായിട്ടാണ് അവരെ കാണാം. They will tune out during longer conversation. അതായത് ഔട്ടായി പോകും, ലോങ്ങർ കോൺവെർസേഷൻ ആൾ ശ്രദ്ധ വേറെ അങ്ങോട്ടോ പോകും. or task required focus attention കൊടുക്കുന്ന ഒരു ടാസ്ക് അവർക്ക് പറ്റൂല, leading to disorganization and poor time management skill. ഇത് കാരണം അവർ ഭയങ്കര അടുക്കും ചിട്ട ഇല്ലാത്തവരായിരിക്കും, ഒട്ടും ടൈം മാനേജ്മെന്റ് ഉണ്ടാവില്ല. Distractibility can cause them to attend to irrelevant information in background, making them forgetful about important items. അവർ പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആയിക്കൊണ്ട് തന്നെ അവരെന്താക്കും, ടീച്ചർ പഠിപ്പിച്ചോണ്ടെങ്കിൽ വേറെ എവിടെയൊക്കെയോ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ അവര് മിസ് ഔട്ട് ചെയ്യും. Hyperactivity can manifest an excessive physical movement. ഇനി ഹൈപ്പർ ആക്ടിവിറ്റി എന്താണ്? എക്സസീവ്, അവർ വെറുതെ ഇരിക്കുകയാണെങ്കിൽ കൈയും കാലൊക്കെ അടിച്ചുകൊണ്ടിരിക്കും, അതായത് മോട്ടോർ ഹൈപ്പർ ആക്ടിവിറ്റി. പിന്നെ വേർബൽ ഉണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുക. Preschoolers may exhibit hyperactivity through excess jumping, running, and restlessness, while older children might show increased aggression and conflict with others. അവിടെ ഈ ADHD ഉള്ള ചെറിയ കുട്ടികളാണെങ്കിൽ അവർ ഓടിയും ചാടിയും റെസ്റ്റ്ലെസ്നെസ്സിലൂടെയൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ കുറച്ച് വലുതായിട്ടുള്ള കുട്ടികളെ ദേഷ്യം, കോൺഫ്ലിക്റ്റ്, അഗ്രഷനിലൂടെയൊക്കെയാണ് അവരുടെ എന്ത് കാണിക്കുക, ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുക. Children with ADHD may struggle with the sleep issue ഉണ്ടാവും, experience difficulty falling asleep or waking up early. ഉറങ്ങാനും ബുദ്ധിമുട്ട്, നേരത്തെ എണീറ്റും പോവും. Impulsivity is common trait in children with ADHD. അതായത് ഇമ്പൾസിവിറ്റി, ഒന്നിനും ഒരു കൺട്രോൾ ഇല്ലാത്ത അവസ്ഥ ADHD ചിൽഡ്രനിൽ വളരെയധികം കാണാറുണ്ട്, ലീഡിങ് ടു ഇമ്പൾസീവ് ബിഹേവിയർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് എടുത്തു ചാടിയൊരു കാര്യം ചെയ്യാം, പിന്നെ റെക്ലെസ് ഡ്രൈവിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവര് പൊതുവെ ചെയ്ത് കാണാറുണ്ട്. എക്സസീവ് ടോക്കിംഗ് ഇസ് മോർ പ്രിവലന്റ് ഇൻ ഗേൾസ്. ഇനി ടോക്കിംഗ് എന്നുള്ള സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ADHD കാണുന്നത് പെൺകുട്ടികളാണ് ആൺകുട്ടികളെക്കാളും. ദ ബിഹേവിയർ ക്യാൻ ഇമ്പാക്ട്, ഈ ഒരു ബിഹേവിയർ അവരുടെ അക്കാഡമിക്കിനെയും ഡെയിലി ലൈഫിനെയൊക്കെ സാരമായിട്ട് തന്നെ ബാധിക്കും. ഇംപേഷ്യൻസ്, ക്ഷമയില്ലായ്മ. ഡിഫിക്കൽട്ടി വെയിറ്റിംഗ് ഓൺ ദിയർ ടേൺ, കാത്തു നിൽക്കാതെ, അത് അവരുടെ ടേൺ ആവുന്നവരെ കാത്തുനിൽക്കുക. ഇന്ററപ്റ്റിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ കാര്യങ്ങളിലേക്ക് ഇന്ററപ്റ്റ് ചെയ്യുക, അതിൽ കൈ കടത്തുക, അതൊക്കെ ADHD signs ആണ്. Children with ADHD may engage in accidents and potentially harmful activity with their impulsive behavior. അപ്പോൾ ആക്സിഡന്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഹാർംഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ഒക്കെ ചെയ്യാം അവരുടെ ഇമ്പൾസീവ് ബിഹേവിയർ കാരണം. ADHD can lead to lower intelligence. അവർക്ക് ഇന്റലിജൻസ് കുറവാവാം, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാം, സമൂഹം അവരെ റിജക്ട് ചെയ്യാം, ഇമ്പാക്ട്സ് ഓൺ സെൽഫ് എസ്റ്റീം, അവർക്ക് അവരോടുള്ള സെൽഫ് എസ്റ്റീമിലേക്ക് ബുദ്ധിമുട്ട് വരാം, പൊട്ടൻഷ്യലി അവര് അഗ്രഷനിലേക്കും ഡിപ്രഷനിലേക്കും തിരിഞ്ഞു പോവാം.
അപ്പം ADHD അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്താണ്? കിഡ്സിനെയും ടീനേജിനെയും എഫക്ട് ചെയ്യുന്ന ഒരു കോമൺ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അവിടെ ADHD ഉള്ള കുട്ടികൾ രണ്ട് കാരണമാണ്. ഒന്ന് അറ്റൻഷൻ ഉണ്ടാവില്ല, രണ്ടാമത്തെ എക്സസീവ് ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി ആണ്. അത് വീട്ടിലും സ്കൂളിലും അതുപോലെയുള്ള സ്ഥലത്തൊക്കെ അവർക്ക് സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. 3 ടൈപ്പാണ്: കമ്പൈൻഡ്, ഇൻഅറ്റൻറ്റീവ് ഓൺലി, ഹൈപ്പർ ആക്റ്റീവ് ഓൺലി. ഇവിടെ ഇൻഅറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അവർ അറോസ് ആവില്ല, അറ്റൻഷൻ സസ്റ്റെയിൻ ചെയ്യൂല, വിജിലൻസ് ഉണ്ടാവില്ല, ഫോക്കസ് ഉണ്ടാവില്ല, പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആയി പോകും. ഇതൊക്കെയാണ്. അതുപോലെ തന്നെ അവർക്ക് സസ്റ്റൈനബിൾ അറ്റൻഷൻ അല്ലെങ്കിൽ സെലക്റ്റീവ് അറ്റൻഷൻ ഒന്നും പറ്റൂല. അതായത് ഒരു വസ്തുവിനെ കേന്ദ്രീകരിക്കുന്നവർ വേറെയൊക്കെയോ നോക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊക്കെ മിസ് ഔട്ട് ആയി പോകും. അതുപോലെ തന്നെ ഡെയിലി ലൈഫിൽ സ്കൂളിനെയൊക്കെ സാരമായിട്ട് തന്നെ ബാധിക്കും. പിന്നെ ഈ ഇൻഅറ്റൻഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ നല്ല രീതിയിൽ, നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ കേട്ടോ. ലിങ്ക് ഫ്രീ ക്ലാസ് അല്ലേ, അത് നമ്മള് റെക്കോർഡിങ്സ് ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പൊ എന്താ പറ്റുക, ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പറ്റൂല. അത് കാരണം അവരെന്താവും, ഒരു പറഞ്ഞാൽ കേൾക്കാത്തവര്, ടാസ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരൊക്കെ ആയിട്ട് മുദ്ര കുത്തപ്പെടാറുണ്ട്. പിന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവർ ടൈം ഔട്ട് ആവും, സോൺ ഔട്ട് ആവും. അതായത് അവര് അറ്റൻഷൻ വിട്ടു പോകും. അതുപോലെ തന്നെ എന്താണ്, എക്സസീവ് ഫിസിക്കൽ മൂവ്മെന്റിനെയാണ് ഹൈപ്പർ ആക്ടിവിറ്റി. അതായത് ബോഡി മൂവ്മെന്റ്സ്, ബോഡി ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണം. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലർക്ക് ടോക്കിങ്ങിലൂടെ ഉണ്ട്. ആണെങ്കിൽ ജമ്പിങ്, അതുപോലെ തന്നെ എക്സസീവ് ടോക്കിങ്ങിലൂടെ, ജമ്പിങ്, റണ്ണിങ്, അതിലൂടെയൊക്കെയാണ് എനർജി പുറത്തേക്ക് കാണിക്കുക. കുറച്ച് വലുതായി കഴിഞ്ഞാൽ അഗ്രഷനിലൂടെ, കോൺഫ്ലിക്റ്റിലൂടെയാണ് നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുക. ADHD ഉള്ള കുട്ടികൾക്ക് സ്ലീപ്പ് ഇഷ്യൂ ഉണ്ടാവും. ഉറങ്ങാനും ബുദ്ധിമുട്ടാണ്, സമയത്തിന് എണീക്കാനും ബുദ്ധിമുട്ടാണ്. അവർ ഇംപേഷ്യന്റ് ആയിരിക്കും. ഇടും, നമ്മുടെ സ്റ്റുഡൻസിന് ആപ്പിലെ ക്ലാസ് ഇടും കേട്ടോ. അതുപോലെ തന്നെ അവരുടെ കാത്തു നിൽക്കാൻ ഭയങ്കര ക്ഷമയില്ലാത്തവരായിരിക്കും. മറ്റുള്ളവരുടെ ഇതിലേക്ക് കൈ അടത്തും, അതൊക്കെ ഉണ്ടാവും. അവരുടെ ആക്സിഡന്റിലും ഹാർംഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയിലൊക്കെ ഉണ്ടാവും. ഈ ഒരു ADHD കാരണം കുട്ടികൾക്ക് ഇന്റലിജൻസ് കുറവായിരിക്കും, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവും, സമൂഹം അവരെ റിജക്ട് ചെയ്യും, അവരുടെ സെൽഫ് എസ്റ്റീം കുറവായിരിക്കും, അവരെ അഗ്രഷനിലേക്കും ഡിപ്രഷനിലേക്കും എത്തിക്കും. ഓക്കെ ആണോ? ഓക്കെ. 10 മാർക്കിന് വന്ന ഇത് മൊത്തം എഴുതണം. ഇനി അങ്ങോട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. പ്രിവലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിലാണ് കൂടുതലുള്ളത്, ഒരൊറ്റ പോയിന്റ് എഴുതിയാൽ മതി. ഇൻ ഇന്ത്യ പ്രിവലൻസ് ഓഫ് ADHD among primary school children was found to be 11.32% ആണ് പ്രൈമറി സ്കൂളിൽ. ആൻഡ് ഇറ്റ് വാസ് സീൻ ഹയർ among males, അതും ആണുങ്ങളിലാണ് കൂടുതല് കമ്പാരിസൺ ടു ഫീമെയിൽസ്. ഈ ഒറ്റ പോയിന്റ് വന്നിട്ട് 11.32 ആണ്. അതായത് പ്രീ സ്കൂൾ, ഇന്ത്യയിലെ മൊത്തം പ്രീ സ്കൂളേഴ്സിന് എടുത്താൽ അതിൽ 11.32% കുട്ടികളിൽ എന്തുണ്ട്, ADHD ഉണ്ട്. അതിൽ തന്നെ 6 to 9 times മോർ പ്രിവലന്റ് മെയിൽ കുട്ടികളില്. എന്തൊക്കെ കാരണം കൊണ്ട് കോസ് ആൻഡ് റിസ്ക് ഓഫ് ഫാക്ടർ ഓഫ് ADHD? ഒന്ന്, ജനിതകം. Parents and siblings with ADHD or any other mental health disorder may put the child at risk. അതായത് പാരന്റ്സിനോ സഹോദരങ്ങൾക്കോ ADHD ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാനസിക രോഗം ഉണ്ടെങ്കിൽ കുട്ടിക്ക് ADHD വരാൻ സാധ്യതയുണ്ട്. certain genes might be also implicated. ചില ജീനുകളും ഉൾപ്പെടാറുണ്ട് ഈ ADHD-യിൽ. ഇനി ബ്രെയിൻ അബ്നോർമാലിറ്റി ആണെങ്കിൽ, various neurospsychological studies have shown structural and functional difference in brain of people with ADHD impairment with the frontal lobe, basal ganglia, cerebellum പ്രശ്നം. അതായത് ADHD-യുടെ ഉള്ള കുട്ടികളുടെ അല്ലെങ്കിൽ ആളുകളുടെ ബ്രെയിനിന്റെ ഫ്രണ്ടൽ ലോബിലും ബേസൽ ഗാംഗ്ലിയയിലും സെറിബെല്ലത്തിലും സ്ട്രക്ചർ എന്തോ വ്യത്യാസമായിട്ട് കണ്ടിട്ടുണ്ട്. അതും കാരണമാവാം. പിന്നെ എക്സ്പോഷർ ടു എൻവയോൺമെന്റൽ ടോക്സിൻസ്, അതായത് ലെഡ്, പെസ്റ്റിസൈഡ്, ഇതൊക്കെ ADHD കുട്ടികളിൽ ഉണ്ടാക്കാം. പ്രീമച്ചർ ബർത്ത്, മാസം തികയാനുള്ള പ്രസവം കുട്ടികളെ ADHD-യിലേക്ക് എത്തിക്കാം. അതുപോലെ തന്നെ ഓൾസോ ഹാസ് ബീൻ സീൻ ദാറ്റ് റീസൺ ഫോർ സർട്ടൻ കേസസ്. സോഷ്യൽ ഫാക്ടർ, ചില പാരന്റിംഗ് സ്റ്റൈല്, പിയർ റിലേഷൻഷിപ്പ്, ചില സ്കൂൾസ് പോലും എന്ത് ചെയ്യാം, ഒരു മോഡറേറ്റ് ആയിട്ട് ഇമ്പയർമെന്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ADHD-ക്ക്. പിന്നെ റോൾ മോഡൽ, എനിക്ക് തോന്നിയിട്ടുണ്ട് മാഷ ആൻഡ് ബെയർ, മോന് ഭയങ്കര ഇഷ്ടമായിരുന്നു മാഷനെയും ബെയറിനെയും. നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും കാണാറുണ്ടോ മാഷ ആൻഡ് ബെയർ കാർട്ടൂണ്? അന്ന് മോൻ അത് സ്ഥിരം കാണാറുണ്ട്. ഇപ്പൊ ഞാൻ നിർത്തിയ സമയം മോന്റെ
എന്താ പറയുക, ആ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ കുറഞ്ഞു. അപ്പോൾ aggressive and hyperactivity portrayal of characters in TV shows, cartoons may also have been found to be reason for increase in difficult behavior in children. അതും കണ്ടിട്ടുണ്ട് ഈ റോൾ മോഡൽ ടി വിയിലൊക്കെ കാണിക്കുന്നത്. അപ്പൊ 5 കാരണങ്ങളാണ്, 6 കാരണങ്ങൾ. ജനറ്റിക് ഇൻഫ്ലുവൻസ്, ബ്രെയിനിലുള്ള സ്ട്രക്ചറൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഡിഫറൻസ്, എക്സ്പോഷർ ടു എൻവയോൺമെന്റൽ ടോക്സിൻസ്, അതായത് ഈ പോയിസൺസ് ആയിട്ടുള്ള ലെഡ്, പെസ്റ്റിസൈഡ് ഒക്കെ, മാസം നൽകാനുള്ള പ്രസവം, പ്രിമച്വർ ബർത്ത്, സോഷ്യൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള പാരന്റിംഗ് സ്റ്റൈല്, പിയർ റിലേഷൻഷിപ്പ് എന്താണ്, സമപ്രായക്കായിട്ടുള്ള റിലേഷൻഷിപ്പ്, സ്കൂളിംഗ്, പിന്നെ ടി വി ഷോയിലൊക്കെ കാണുന്ന റോൾ മോഡലും കാരണം ADHD വരാം. അപ്പൊ ADHD 10 മാർക്കിന് ചോദിക്കുമ്പോൾ എന്താണ് ആദ്യ ഒരു പോയിന്റ്, എന്താണ് ഡെവലപ്മെന്റ് സൈക്കോപാത്ത് മെൻഷൻ ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? വെരി ഗുഡ്. ഇനി അടുത്താണ് ഡിസ്ട്രപ്റ്റീവ് ഇമ്പൾസ് കൺട്രോൾ ആൻഡ് കണ്ടക്ട് ഡിസോർഡർ. ഈ കുട്ടികൾ ഒരു ക്രിമിനൽ സ്വഭാവം എടുക്കുന്നില്ലേ, അതായത് കക്കുക, അല്ലെങ്കിൽ പ്രോപ്പർട്ടി നശിപ്പിക്കുക, സെക്ഷൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യുക, ഡ്രഗ് യൂസ് ചെയ്യുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ എന്താ വെച്ചാല് സമൂഹത്തിന്റെ നോംസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്ന കുട്ടികളില്ലേ, അവർക്ക് കണ്ടുവരുന്ന ഒരു സൂക്കേടാണ് കണ്ടക്ട്. ശരിക്കും ഡിസോർഡർ ആണ്. അതിനൊക്കെ സമയാസമയം കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിക്കണം, സോറി സൈക്കോളജിസ്റ്റിനെ കാണിക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്റെ വണ്ടി തന്നെ എടുത്തോണ്ട് വന്നിട്ട് 16 വയസ്സുള്ള പയ്യനാണ്. എന്റെ വണ്ടി കാണാനായിട്ട് മേ ബി യു പീപ്പിൾ നോ. 16 വയസ്സുള്ള പയ്യനാണ്, ക്രിമിനൽ മെന്റാലിറ്റി ഉണ്ട്. ഓക്കെ ആണല്ലോ. Oppositional defiant disorder ODD and conduct disorder are characterized under disruptive, അതായത് നശിപ്പിക്കുക, disruptive impulse control and conduct disorder as both focus upon aggressive and anti-social behavior. സമൂഹത്തിന് എതിരായിട്ടാണ് ആന്റി സോഷ്യൽ. ബോത്ത് ഓഫ് ദീസ് ഡിസോർഡർ ഇൻവോൾവ്സ് ചൈൽഡ്സ് റിലേഷൻ വിത്ത് സോഷ്യൽ നോർംസ്, റൂൾസ് റിഗാർഡിംഗ് കണ്ടക്ട് ആൻഡ് ഇൻവോൾവ് ബിഹേവിയർ ദാറ്റ് മേ ഓർ മേ നോട്ട് ബി കൺസിഡർഡ് അഗെയിൻസ്റ്റ് ദ ലോ. ജുവനൈൽ ഡെലിക്കസി, ജുവനൈൽ ഡെലിക്കസിയുടെ കുട്ടി കുറ്റകൃത്യം. അതായത് ഈ രണ്ട് ODD, ഒപ്പോസിഷണൽ ഡിഫിയന്റ് ഡിസോർഡർ ആയിക്കോട്ടെ, കണ്ടക്ട് ഡിസോർഡർ ആയിക്കോട്ടെ, സോഷ്യൽ നോമിന് അവരെതിരായിരിക്കും. അതുപോലെ തന്നെ സമൂഹത്തിന് പറ്റുന്നതോ പറ്റാത്തായിട്ടുള്ള ബിഹേവിയർ മാത്രമേ അവരെടുക്കുള്ളൂ. ഈ ഒപ്പോസിഷണൽ ഡിഫിയന്റ് ഡിസോർഡർ യൂഷ്വലി അപ്പാരന്റ് അറ്റ് ദ ഏജ് ഓഫ് 8 ആണ്. കണ്ടക്ട് ഡിസോർഡർ ഏജ് ഓഫ് 9 ആണ്. ഫുൾ ബ്ലോൺ കണ്ടക്ട് ഡിസോർഡർ യൂഷ്വലി ഡെവലപ്പ് ബൈ മിഡിൽ ചൈൽഡ്ഹുഡ് ത്രൂ അഡോളസൻസ്. ഒരു മൊത്തത്തിലൊരു എന്താണ് കണ്ടക്ട് ഡിസോർഡർ ആണെന്ന് പറയുന്നെങ്കിൽ മിഡിൽ ചൈൽഡ്ഹുഡ് മുതൽ അഡോളസൻസ് വരെയാണ്. According to various researchers, these disorders are closely linked with each other. ഈ ODDയും കണ്ടക്ട് കുറച്ച് ലിങ്ക്ഡ് ആണ്. But distinction is made on the basis of nature of seriousness of violation relatively less serious in ODD. അവിടെ സീരിയസ്നെസിന്റെ കുറവനുസരിച്ചിട്ടാണ് രണ്ടിനെയും വ്യത്യാസപ്പെടുന്നത്. ODDക്ക് സീരിയസ്നെസ് കുറച്ച് കുറവാണ്. നേരെ മറിച്ച് എന്താ പറയാ, നമ്മുടെ കണ്ടക്ട് ഡിസോർഡർ ഇച്ചിര പ്രഷറാണ്. ODD has also been considered as a milder precursor of conduct disorder. Conduct disorder ഒരു മൈൽഡർ വേർഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ODD-നെ പറയാം. അപ്പൊ ഒപ്പോസിഷണൽ ഡിഫിയന്റ് ഡിസോർഡറും കണ്ടക്ട് ഡിസോർഡറും എന്തിന്റെ അണ്ടറിലെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്? ഡിസ്ട്രക്റ്റീവ് ഇമ്പൾസ് കൺട്രോൾ ആണ്. പിന്നെ ഒരു അഗ്രസീവ് ആന്റി സോഷ്യൽ, മെയിൻ ആയിട്ട് ഇവര് സൊസൈറ്റൽ നോംസിന് എതിരായിരിക്കും, അതനുസരിച്ചുള്ള ബിഹേവിയർ ആയിട്ടും ഇറങ്ങാം. ODD സ്റ്റാർട്ട് 8 വയസ്സിലും കണ്ടക്ട് 9 വയസ്സിലാണ്. ഫുൾ ബ്ലോൺ കണ്ടക്ട് ഡിസോർഡർ വരണമെങ്കിൽ മിഡിൽ ചൈൽഡ് ടു അഡോളസൻസ് ആണ് പറയുന്നത്. അവിടെ അക്കോർഡിംഗ് ടു വേരിയസ് റിസർച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത് ODDയും കണ്ടക്ടും നമുക്ക് സെയിം ആണെന്ന് പറയാം. വ്യത്യാസം സിവിയറിറ്റിയിലാണ്. ODD കുറച്ച് ലെസ് സീരിയസ് ആണ്, കണ്ടക്ട് കുറച്ച് സിവിയർ സീരിയസ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി oppositional defiant disorder എന്താണ്? The symptoms of child with oppositional defiant disorder can be characterized under 3 groups. ഭയങ്കര ആംഗ്രി ആയിരിക്കും, ഇറിറ്റബിൾ മൂഡ് ആയിരിക്കും, ആർഗ്യുമെന്റീവ് ആയിരിക്കും, ഭയങ്കരമായിട്ട് ആർഗ്യുമെന്റ് ചെയ്യും, ഡിഫിയന്റ് ബിഹേവിയർ ആയിരിക്കും, പിന്നെ വിൻഡിക്റ്റീവ്നെസ് ഉണ്ടാവും. എന്റെ മലയാളം പറഞ്ഞത് വിൻഡിക്റ്റീവ്നെസ്. മലയാളം പറയുമ്പോൾ വേണ്ടിയിട്ട് പ്രതികാരശീലം, പക വീട്ടുക, അങ്ങനത്തെ ഒരു സ്വഭാവമായിരിക്കും ODD ഉള്ള കുട്ടികളില്
കാണാം. അപ്പൊ എന്തൊക്കെയാണ്? ആംഗ്രി, ഇറിറ്റബിൾ മൂഡ് ആയിരിക്കും, ആർഗ്യുമെന്റീവ് ആയിരിക്കും, ഡിഫിയന്റ് ബിഹേവിയർ ആയിരിക്കും, അതുപോലെ തന്നെ എന്താണ്? വിൻഡിക്റ്റീവ്നെസ് ആയിരിക്കും. ആംഗ്രി ഇറിറ്റബിൾ മൂഡ് വുഡ് ഇൻക്ലൂഡ് ലോസിംഗ് ടെമ്പർ, പെട്ടെന്ന് ടെമ്പർ ആവുക, ഫീലിംഗ് ടച്ചി, പെട്ടെന്ന് എന്താ പറയുക, കൈക്കരുത്ത് കാണിക്കാൻ വരിക, ഈസിലി അനോയ്ഡ്, പെട്ടെന്ന് ആംഗ്രി ആവുക, റെസ്റ്റ്ഫുൾ ടുവേർഡ് അതേഴ്സ്, റെസൻഫുൾ, മറ്റുള്ളവരോട് ഒരു എന്താ പറയാ, അഗ്രഷൻ കാണിക്കുന്ന പോലെയാണ് വരാം. Argumentative defiant behavior may also involve argue with authority figure, ടീച്ചേഴ്സിനോട്, പ്രിൻസിപ്പളിനോട്, അങ്ങനെ അതോറിറ്റി ഫിഗേഴ്സിനോടൊക്കെ ആർഗ്യൂ ചെയ്യുക, അല്ലെങ്കിൽ അഡൽസിനോട് ആർഗ്യൂ ചെയ്യുക, ത്രോയിങ് ടെമ്പർ ടാൻട്രം, പൊട്ടിത്തെറിക്കുക, ആക്ച്വലി ഡിഫൈനിങ് ഓർ റിഫ്യൂസിങ് ടു കംപ്ലൈ വിത്ത് റിക്വസ്റ്റ് ഫ്രം അതോറിറ്റി, അതോറിറ്റി എടുക്കുന്ന എന്തിനേയും തള്ളിക്കളയുക, ക്വസ്റ്റ്യനിങ് ആൻഡ് നോൺ കോംപ്ലൈൻസ് വിത്ത് റൂൾസ്, റൂൾസിനെ ക്വസ്റ്റ്യൻ ചെയ്യുക, റൂൾസ് അനുസരിക്കാതിരിക്കുക. ഫൈനലി വിൻഡിക്റ്റീവ്നെസ് may involve being spiteful and revengeful towards others, മറ്റുള്ളവരുടെ പക വീട്ടുക. They might see themselves as victim and thus justify their acting out behavior. അവരെന്താണ്? അവരെ തന്നെ വിക്ടിമായിട്ട് കാണുന്നിട്ട് ഔട്ട് ഓഫ് ബിഹേവിയർ ആയിട്ട് അവർ പെരുമാറാം. അപ്പൊ ODD മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ്: ആംഗ്രി അല്ലെങ്കിൽ ഇറിറ്റബിൾ മൂഡ്, അതുപോലെ തന്നെ എന്താണ്? ആർഗ്യുമെന്റേറ്റീവ് ബിഹേവിയർ, ആരോടാണ് ആർഗ്യൂ ചെയ്യുക? അതോറിറ്റി ഫിഗറിനോട്, നമ്മുടെ അഡൽട്ടിനോടൊക്കെയാണ് ചെയ്യുക. അതുപോലെ തന്നെയാണ് എന്ത് മൂന്നാമതായിട്ട് പറയുന്നത്? വിൻഡിക്റ്റീവ്നെസ്, പക പോക്ക എന്ന് ഉള്ളത്. ഇതാണ് ഓപ്പോസിറ്റ് ലിവിയൽ ഡിസോർഡർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇപ്പൊ കോസൽ ഫാക്ടർ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു കുട്ടിയിൽ ODD വരാം? മൊത്തം എഴുതണ്ട, എല്ലാത്തിലും 2-3 പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. ബയോളജിക്കൽ ഫാക്ടർ ആയിട്ട് പറയുന്നത് ഇതെന്തായാലും എഴുതണേ. എ പാരന്റ് വിത്ത് ഹിസ്റ്ററി ഓഫ് എനി മെന്റൽ ഹെൽത്ത് ഡിസോർഡർ, പാരന്റ്സ് ആർക്കെങ്കിലും എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ, ADHD ഓ മൂഡ് ഡിസോർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ODD വരാം. അതായത് പാരന്റ്സിന് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ കുട്ടികൾ ഏതെങ്കിലും ഒരു മാനസിക രോഗത്തിന് വൾണറബിൾ ആണ്. പിന്നെ യൂസ് ഓഫ് സബ്സ്റ്റൻസ് ബൈ മദർ ഡ്യൂറിംഗ് പ്രഗ്നൻസി സച്ച് ആസ് ആൽക്കഹോൾ, നിക്കോട്ടിൻ, അമ്മ കുഞ്ഞിനെ പ്രഗ്നൻസിയിൽ ഇരിക്കുമ്പോൾ ആൽക്കഹോളോ നിക്കോട്ടിൻ ഉപയോഗിക്കുകയാണെങ്കിലും ഈ പ്രശ്നം വരാം. പാരന്റ് വിത്ത് സബ്സ്റ്റൻസ് അബ്യൂസ് ക്യാൻ പുട്ട് ദ ചൈൽഡ് അറ്റ് പൊട്ടൻഷ്യൽ റിസ്ക് ഫോർ ഡെവലപ്മെന്റ് ഓഫ് ODD. ഇനി പാരന്റ്സ് സബ്സ്റ്റൻസ് യൂസ് ചെയ്യേണ്ടി വരാം. അതുപോലെ തന്നെ എക്സ്പോഷർ ടു ടോക്സിക് ആസ് ഇൻഫന്റ് ഓർ ഏർലി ഇൻ ലൈഫ്, കുട്ടി ഇൻഫന്റ് വളരെ കുഞ്ഞായിരിക്കുമ്പോഴേ എന്തെങ്കിലും ടോക്സിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, ടോക്സിൻസിൽ എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ വരാം. ന്യൂട്രീഷൻ കൊണ്ടും ലാക്ക് ഓഫ് ന്യൂട്രീഷൻ കൊണ്ടും വരാം. ഇനി സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത് ഇൻഡിഫറൻറ്റ്, അതായത് കുട്ടി കുറച്ച് മറ്റുള്ള കുട്ടികളിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കുക, കുട്ടി നെഗ്ലക്റ്റ് അനുഭവിക്കുക, പാരന്റ്സ് സ്ഥലത്തില്ലാതിരിക്കുക, കുട്ടിയുടെ പാരന്റ്സ് ആബ്സെന്റ് ആവുക, അതായത് കുട്ടിക്ക് ഒരു കെയറും ഒന്നും കൊടുക്കാൻ പാരന്റ് ഇല്ലാതിരിക്കുക, poor relationship with parents or sibling, difficulty in forming, maintain relationship and understanding social cues, അതായത് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ അറിയാതിരിക്കുക, മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാതിരിക്കുക, സോഷ്യൽ ക്യൂസ്, സമൂഹം കൊടുക്കുന്ന കുറെ ക്യൂസ് ഉണ്ട്, അതൊന്നും മനസ്സിലാക്കാൻ പറ്റാതൊക്കെ ഇരിക്കുമ്പോഴൊക്കെ വരാം. ഇനി സോഷ്യൽ ഫാക്ടർ പറയുകയാണെങ്കിൽ പോവർട്ടി ഓർ സോഷ്യോ എക്കണോമിക് ഡിസാസ്റ്റർ, സാമ്പത്തിക പ്രതിസന്ധി കാരണം വരാം, നെഗ്ലക്റ്റ് ആൻഡ് അബ്യൂസ് കാരണം വരാം, ലാക്ക് ഓഫ് അഡൽട്ട് സൂപ്പർവിഷൻ കാരണം വരാം, അൺഇൻവോൾവ്ഡ് പാരന്റ്സ് കാരണം വരാം, ഇൻകൺസിസ്റ്റന്റ് ഡിസിപ്ലിൻ പാറ്റേൺ കാരണം വരാം, അൺസ്റ്റേബിൾ ഫാമിലി എൻവയോൺമെന്റും ഫാമിലി ഡിസ്കോർഡ്, അതായത് ഡിവോഴ്സ്, മൂവിങ് അവേ ഒക്കെ കാരണം കുട്ടിയില് എന്ത് വരാം? ODD വരാം എന്നാണ്. ഒപ്പോസിഷണൽ ഡിഫിയന്റ് ഡിസോർഡർ. ഓക്കെ ആണോ? ഇനി അടുത്തതാണ് കണ്ടക്ട് ഡിസോർഡർ. ഓക്കെ, കണ്ടക്ട് ഡിസോർഡർ ശരിക്കും പറഞ്ഞാൽ ഈ കട്ടുകൊണ്ട് പോവുക, ആ പ്രോപ്പർട്ടി നശിപ്പിക്കുക, തീയിടുക, ഇതൊക്കെ അവർ ചെയ്യും കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, സ്കൂളിൽ നിന്ന് പുറത്താക്കുക, ഇതൊക്കെ ഉണ്ടാവും. Both the conduct disorder and ODD involve persistent disagreement of rules, rights of others and authority. ഇവിടെ കണ്ടക്റ്റിലും ODDയിലും ഒക്കെ ഉണ്ടാവുക റൂൾസ് വയലേറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ അവകാശത്തിന് വയലേറ്റ് ചെയ്യുക, അതോറിറ്റി ഫിഗേഴ്സിനോട് പ്രശ്നം. One major difference between the two, അതായത് ODDയും കണ്ടക്റ്റും നമ്മൾ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് സിവിയർ ഫിസിക്കൽ അഗ്രസീവ്നെസ് ഇസ് പ്രസന്റ് ഇൻ കണ്ടക്ട്. കണ്ടക്റ്റിലാണ് അഗ്രസീവ്നെസ്, ഫിസിക്കലായിട്ട് ഉപദ്രവിക്കാനുള്ളതൊക്കെ കൂടുതൽ. സിംറ്റംസ് ഇൻക്ലൂഡ് അഗ്രഷൻ ടുവേർഡ് ആനിമൽസ്, ഈ പൂച്ചേനൊക്കെ തീയിടുക, അങ്ങനത്തെ, ഡിസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടി, കാറ് നശിപ്പിക്കുക, മറ്റുള്ളവരുടെ വീട് നശിപ്പിക്കുക, തെഫ്റ്റ്, കളവ്, ലൈ, കള്ളം പറയല്, ചതിക്കുക, ഗ്രേവ് വയലേഷൻ ആൻഡ് സൊസൈറ്റൽ നോംസ്. അഗ്രഷൻ ക്യാൻ ബി ഓവേർട്ട് ഓർ കോവേർട്ട്, അതായത് അഗ്രഷൻ എന്ന് ഒരാൾ തല്ലുന്നത് അത് ഓവേർട്ടാണ്, കോവേർട്ട് അവരെ പറ്റി ഗോസിപ്പ് പറയാം, ബുള്ളി ചെയ്യാം, വെപ്പൺ യൂസ് ചെയ്യാം, റോബറി, ഇതൊക്കെ എന്താണ്? അഗ്രഷൻ ആണ്. ദിസ് ഡിസോർഡർ മേ ഫോളോ 2 ഡിഫറെന്റ് കോഴ്സ്. ഇവിടെ കണ്ടക്ട് ഡിസോർഡറിന് 2 രീതിയിലുണ്ട്. ഒന്ന് 18 വയസ്സാകുമ്പോൾ നിൽക്കും,
അതായത് വലിയ ആളാകുമ്പോഴത്തേനും ഈ 18 വയസ്സ് കഴിഞ്ഞാലും അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അത് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ലൈഫ് കോഴ്സ് പേഴ്സൺ പാറ്റേൺ ഉണ്ട്, സ്റ്റാർട്ടിങ് ഏർലി ആൻഡ് കണ്ടിന്യൂയിങ് ടു അഡൽട്ട്ഹുഡ്. അത് ചെറുപ്പത്തിൽ കണ്ടക്റ്റും വലുതായാൽ അത് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറും ആവുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അഡോളസൻസ് ലിമിറ്റഡ് കോഴ്സ്, അഡോളസൻസിൽ നിന്ന് പോകുന്ന ഒരു കോഴ്സും ഉണ്ട്. ബിഗിനിങ് ഇൻ അഡോളസൻസ് വിത്ത് ടിപ്പിക്കൽ അഡൽട്ട്ഹുഡ് ഫോളോയിങ്. രണ്ട് രീതിയിലാണ് കണ്ടക്ട് ഡിസോർഡർ വരുന്നത്. അപ്പൊ ഓഡിഡിയും കണ്ടക്റ്റും തമ്മിലുള്ള മെയിൻ വ്യത്യാസം സിവിയർ ആയിട്ടുള്ള ഫിസിക്കൽ അഗ്രസീവ്, ഓവർട്ടായിട്ടും കോവർട്ടായിട്ടുള്ള അഗ്രഷൻ സിവിയർ ആണ് കണ്ടക്ട് ഡിസോർഡർ. രണ്ട് ടൈപ്പ് ഉണ്ട്, ലൈഫ് കോഴ്സ് പേഴ്സിസ്റ്റന്റ് പാറ്റേണും ഉണ്ട്, അഡോൾസൻ ലിമിറ്റഡ് കോഴ്സും ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പം നമ്മൾ രണ്ട് ഡിസോർഡർ നോക്കി. ഇനി മൂന്നാമത്തെ ഡിസോർഡർ ആണ് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ ഇൻ ചിൽഡ്രൻ. ഒത്തിരി ഉണ്ട്, നമുക്ക് ഒരു 10 മാർക്കിന് കണക്കാക്കി പഠിച്ചാൽ മതി കേട്ടോ. അത്രയും അങ്ങോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഞാൻ എഴുതേണ്ട മാത്രം പറഞ്ഞുതരാം കേട്ടോ. 10 മാർക്കിന് എവിടെ വരെ എഴുതണം എന്നുള്ളത് പറഞ്ഞു. ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ ഇൻ ചിൽഡ്രൻ. ഞാൻ കണ്ടക്റ്റിനും ആൻസൈറ്റിക്കും ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. Anxiety disorder is a broad category, but all the disorders share certain common elements. Anxiety disorder broad ആണ്, പക്ഷെ എല്ലാത്തിലും കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. 3 സിംറ്റംസ് ആണ്. All of them involve 3 basic area of symptoms. ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാവും. ഈ ആൻസൈറ്റി ഡിസോർഡർ ഉണ്ടാവും, ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുക, ഭയങ്കരമായിട്ട് എറോസൽ, നോസിയ, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ. ബിഹേവിയറൽ സിംറ്റംസ് ഉണ്ടാവും. ഈ ആൻസൈറ്റിയുള്ള കാര്യം അവർ അവോയ്ഡ് ചെയ്യും, എസ്കേപ്പ് ചെയ്യും. പിന്നെ സബ്ജക്റ്റീവ് ഫീലിംഗ്, ഡ്രെഡ്, ഡിസ്കംഫർട്ട് പോലുള്ള സബ്ജക്റ്റീവ് ഫീലിംഗ്. എന്തൊക്കെയാണ്? ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാവും, ബിഹേവിയറൽ സിംറ്റം ഉണ്ടാവും, സബ്ജക്റ്റീവ് ഫീലിംഗ് ഉണ്ടാവും. Some of the common symptoms of anxiety disorder could be presence of unrealistic or negative thought, panic attack, misinterpretation of event, physiological arousal, oversensitive to certain physical cues, fear of a specific situation, object or event, and excessive worry in general. എന്താണ് ആൻസൈറ്റിയുടെ? കുട്ടികളിലും വലിയവർക്കൊക്കെ ഉള്ള മെയിൻ ആൻസൈറ്റിയുടെ സിംറ്റംസ് എന്തൊക്കെയാണ്? അതായത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എന്താണ് തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സ്. അതായത് ഒരു സ്പൈഡർ വന്ന് എന്നെ കുത്തും, ഞാൻ ചത്തുപോകും, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. പാനിക് അറ്റാക്ക്, ഒരു സിറ്റുവേഷൻ അവർ മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് ആ ബസ് വരുന്നത്, ആ ബസ് ഇടിക്കുക, അല്ലെങ്കിൽ എന്റെ ഫോണ് എന്റെ ഉമ്മ എടുക്കുന്നില്ല, ഉമ്മ അവിടെ വീട് മരിച്ചു പോയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് മിസ്ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഇവന്റ്. പിന്നെ ഫിസിയോളജിക്കൽ എറോസ് ഉണ്ടാവും, ചെറിയ ചെറിയ ഫിസിക്കൽ ക്യൂസ്. കുരു വന്നു, എനിക്ക് ക്യാൻസർ ആണ്, ഓവർ സെൻസിറ്റീവ് ടു സർട്ടൻ ഫിസിക്കൽ ക്യൂസ്, അല്ലെങ്കിൽ സ്പെസിഫിക് സിറ്റുവേഷൻ അവർക്ക് പേടിയാണ്, സ്പെസിഫിക് ഒബ്ജക്റ്റിന്, ഇവന്റിന്, സ്റ്റേജിൽ കയറാൻ പേടി, ലിഫ്റ്റിൽ കയറാൻ പേടി, ഒരാളെ സംസാരിക്കാൻ പേടി, എക്സസീവ് വറിയാണ് മൊത്തത്തിൽ ഉണ്ടാവുക, ഭയങ്കരമായ പേടി. Some of the anxiety disorder that have been identified are എന്തൊക്കെയാണ് ആൻസൈറ്റി ഡിസോർഡർ? ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ഉണ്ട്, സ്പെസിഫിക് ഫോബിയ ഉണ്ട്, സോഷ്യൽ ഫോബിയ ഉണ്ട്, പാനിക് ഡിസോർഡർ ഉണ്ട്, അഗോറഫോബിയ. അതായത് ആൻസൈറ്റി ഡിസോർഡറിന്റെ ഡിഫറെന്റ് പേരുകളാണ്. അപ്പൊ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാല് കുറെ ഉണ്ട്, പക്ഷെ കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഫിസിയോളജിക്കൽ റെസ്പോൺസ്, ബിഹേവിയറൽ സിംപ്റ്റം ഉണ്ടാവും, സബ്ജക്റ്റീവ് ഫീലിംഗും ഉണ്ടാവാം. കുറെ ടൈപ്പ് ഉണ്ട്. JAD അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ഉണ്ട്, സ്പെസിഫിക് ഫോബിയ ഉണ്ട്, സോഷ്യൽ ഫോബിയ ഉണ്ട്, പാനിക് ഡിസോർഡർ ഉണ്ട്, അഗാരോഫോബിയ ഉണ്ട്. അതില് സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്നാണ്, അതായത് സമൂഹത്തിന് മുന്നിൽ പോവാൻ പേടി, സ്റ്റേജിൽ കയറാൻ പേടി, സംസാരിക്കാൻ പേടി, പബ്ലിക് ടോയ്ലറ്റിൽ പോയി യൂറിനേറ്റ് ചെയ്യാൻ പേടി, ഇതൊക്കെയാണ് സോഷ്യൽ ഡിസോർഡർ. ഇത് ഏറ്റവും കോമൺ പബ്ലിക് സ്പീക്കിംഗ് ആണ്, അതായത് സ്റ്റേജിൽ കയറിയിട്ട് അല്ലെങ്കിൽ 4 ആളോട് വർത്താനം പറയാനുള്ള പേടി. Social anxiety disorder or social phobia is described as a disabling fear of one or more specific social situations such as public speaking, urinating in a bathroom, or eating or writing in public. Public toilet use ചെയ്യാൻ പേടി, അതുപോലെ പബ്ലിക് ആയിട്ട് എഴുതാനോ പഠിക്കാനോ ഒക്കെ പേടി. Where the person fear of being exposed to scurrility and potential negative evaluation of others, or that he or she may act in embarrassing or humiliating manner. അവരെന്താ പേടിക്കുന്നത്? അതായത് അവര് ആളുകൾ അവരെ പറ്റി നെഗറ്റീവായിട്ട് എന്തെങ്കിലും വിചാരിക്കോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചമ്മുന്ന രീതിയിലുള്ള കാര്യം ചെയ്യോ, ഇതൊക്കെ പേടിച്ചിട്ട് സമൂഹത്തിൽ ഒരു കാര്യം ചെയ്യാൻ അവർക്ക് പേടിയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ടുള്ളത് പബ്ലിക് സ്പീക്കിംഗ് ആണ് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ.
ഇനി കോസൽ ഫാക്ടർ ആണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരാം? ഇൻഹെറിറ്റഡ് ട്രൈറ്റ്സ്, പാരമ്പര്യം. ലൈക്ക് എനി അതർ ആൻസൈറ്റി ഡിസോർഡർ, സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ ഓൾസോ റൺസ് ഇൻ ഫാമിലീസ്. ഓക്കെ, ബ്രെയിൻ സ്ട്രക്ചറിൽ പറയുന്നത് അമിഗ്ദല മേ, ഓരോ പോയിന്റ് എഴുതിയാൽ കേട്ടോ, അമിഗ്ദല മേ പ്ലേ a role in controlling fear response to individuals. Thus, overactive amygdala may heighten fear response. Overactive amygdala ആണെങ്കിൽ എന്ത് വരാം? ഫിയർ വരാം. നെഗറ്റീവ് എക്സ്പീരിയൻസ്, നെഗറ്റീവ് എക്സ്പീരിയൻസ് അതായത് ഡെവലപ്പിംഗ് ദിസ് കണ്ടീഷൻ ആഫ്റ്റർ ആൻ അൺപ്ലസന്റ് എംബാരസിംഗ് സോഷ്യൽ സിറ്റുവേഷൻ. ആരോ ഒന്ന് പ്രസംഗിക്കണ കണ്ടു, എല്ലാവരും കളിയാക്കി ചിരിച്ച്, അപ്പൊ ഇനി ഞാൻ കേറൂല എന്ന് പറയാം. പിന്നെ ലേണിംഗ് അബൌട്ട് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് അതേഴ്സ്, അതൊക്കെ ഇത്ര മതി കേട്ടോ. മറ്റൊരാള് ഇങ്ങനെ നെഗറ്റീവ് എക്സ്പീരിയൻസ് പറയുന്നത് അത് കേട്ട് നമ്മൾ പേടിക്കുക. പിന്നെ ലെസ് എക്സ്പോഷർ, അതായത് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഇഫ് ദ ചൈൽഡ് ഇസ് നോട്ട് എക്സ്പോസ് ടു ഇനഫ് സോഷ്യൽ സിറ്റുവേഷൻ ആൻഡ് ഇസ് നോട്ട് അലൗഡ് ടു ഡെവലപ്പ് അപ്രോപ്രിയേറ്റ് സോഷ്യൽ സ്കിൽസ്, ഇറ്റ് ക്യാൻ ബി കോൺട്രിബ്യൂട്ടറി ഫാക്ടർ. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഒക്കത്തിരുത്തി തന്നെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ, കുട്ടികളെ സോഷ്യൽ സിറ്റുവേഷനിൽ കൊണ്ടുപോകാണ്ടിരുന്നാൽ കുട്ടികൾക്ക് സോഷ്യൽ ആൻസൈറ്റി വരാം. അമിഗ്ദല ബ്രെയിനിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ അമിഗ്ദല ഓവർ ആയിട്ട് വർക്ക് ചെയ്താൽ, അതായത് ഹൈറ്റ് ഓവർ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഫിയർ കൂടും. പിന്നെ പാരന്റിങ്, വൺ ഓർ ബോത്ത് പാരന്റ് ഭയങ്കര റിജക്റ്റിംഗ് ആണ്, കൺട്രോളിംഗ് ആണ്, എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യേണ്ടതാണ്, ഓവർ പ്രൊട്ടക്റ്റീവ് ആണെങ്കിലൊക്കെ കുട്ടിക്ക് ആൻസൈറ്റി, സോഷ്യൽ ആൻസൈറ്റി വരാം. പിന്നെ സൊസൈറ്റിയൽ കൾച്ചറൽ നോംസ് ഉണ്ട്. ഇപ്പൊ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറാൻ പാടില്ല, അങ്ങനെയൊക്കെ നോംസ് ഉണ്ട് ചില മതങ്ങളിലും ജാതികളിലൊക്കെ. അതും എന്ത് ചെയ്യാം? കുട്ടികളെ സാരമായിട്ട് ബാധിക്കാം. അപ്പൊ ഇൻഹെറിറ്റഡ് ട്രൈറ്റ്സ് ആയിട്ട് വരാം. ബ്രെയിനിന്റെ സ്ട്രക്ചർ ആയിട്ടുള്ള അമിഗ്ദലയുടെ ഓവർ ആക്ടിവിറ്റി കാര്യം നേരിട്ട് നെഗറ്റീവ് എക്സ്പീരിയൻസ് കാരണം വരാം. മറ്റൊരാളുടെ നെഗറ്റീവ് എക്സ്പീരിയൻസ് കേട്ടിട്ട് വരാം. പിന്നെ എക്സ്പോഷർ ഇല്ലാത്തതിനെ കൊണ്ട് വരാം, പാരന്റിങ്ങിനെ കൊണ്ട് വരാം, സൊസൈറ്റിയൽ കൾച്ചറൽ ഫാക്ടേഴ്സ് കൊണ്ടും വരാം. ഓക്കെ ആണോ? ഇനി സെപ്പറേഷൻ. സ്ക്രീൻ കാണാത്തവരൊന്ന് ലെഫ്റ്റ് ആയിട്ട് വീണ്ടും ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഒരു മിനിറ്റ്. ഒറ്റ സെക്കൻഡ്, എനിക്ക് അർജന്റായിട്ട് ഒരു മെസ്സേജ് അയക്കാനുണ്ട്. ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുക. Separation anxiety disorder. Terms such as school refusal, school phobia are often considered as common features of separation anxiety disorder. അമ്മേടെ അടുത്ത് പോകൂല, കെട്ടിപ്പിടിച്ച് ക്ലിങ്ങിയായിട്ടൊക്കെ സ്കൂളിൽ പോകാൻ മടി, എവിടെയും പോകാൻ പേടി എന്നുള്ളതിനാണ് എന്തെന്ന് പറയുന്നത്? separation anxiety. Children are diagnosed with this disorder if they show marked distress and are afraid of being away from certain people. ചില ആളുകൾ അവർക്ക് വിട്ടു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എസ്പെഷ്യലി എ പാരന്റ് ഓർ പ്രൈമറി കെയർ ഗീവർ ആയിരിക്കും, ഒരു പാരന്റോ അല്ലെങ്കിൽ പ്രൈമറി കെയർ ഗീവർ ആയിരിക്കും. They may exhibit unusual fear, ഭയങ്കര ആൻസൈറ്റി, പാനിക് സിംപ്റ്റംസ് in response to going to school. സ്കൂളിൽ പോകാൻ ഭയങ്കര പ്രശ്നമായി, അമ്മേനെ വിട്ടുക്കൂല. They may cry, freeze, present somatic complaints, bodily complaints ആയിട്ടുള്ള വയറുവേദന, ഹെഡേക്ക്, ഫീവർ, ത്രോട്ട് ടാൻഡംസ്, ഇങ്ങനെ നിലത്ത് കിടന്ന് ഉരുള ആളുണ്ടല്ലോ, വിഡ്രോ സോഷ്യലി, സമൂഹത്തിന് അത് ഭയങ്കര ക്ലിങ്ങി ആയിരിക്കും. ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് എന്തെങ്കിലും അബ്യൂസ് ഒക്കെ നേരിട്ട കുട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ കുട്ടിക്ക് ഭയങ്കരമായിട്ട്. They may also show fear of getting harmed, getting lost, കിഡ്നാപ്പ് ചെയ്ത് പോകുന്ന പേടി, ആരെങ്കിലും അസോൾട്ട് ചെയ്യോ എന്നുള്ള പേടി, പെർമനന്റ്ലി ഗെറ്റിംഗ് ടു സെപ്പറേറ്റഡ് ഫ്രം ദ കെയർ ഗിവർ, അതായത് കെയർ ഗിവർ പെർമനന്റ്ലി സെപ്പറേറ്റ് ആയി പോകും എന്നൊക്കെയുള്ള പേടി കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. ഇതിനെയാണ് സെപ്പറേഷൻ ആൻസൈറ്റി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഐദർ പാരന്റ്സിൽ ഒരാളോടോ അല്ലെങ്കിൽ കെയർ ഗിവറോടോ ഒക്കെയാണ് കണ്ടുവരാറ് ഉള്ളത്. ഓക്കെ ആണോ? ഇനിയാണ് സെലക്റ്റീവ് മ്യൂട്ടിസം. ഇതൊക്കെ പിന്നെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ട് ഒന്നോ രണ്ടോ പോയിന്റ്സ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. സെലക്റ്റീവ് മ്യൂട്ടിസം ഇസ് ദ കൺസിസ്റ്റന്റ് ഫെയിലിയർ ടു സ്പീക്ക് ഇൻ സോഷ്യൽ സിറ്റുവേഷൻസ്. അതായത് ഒരു സോഷ്യൽ സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. ഡിസ്പൈറ്റ് സ്പീക്കിംഗ് ഇൻ അതർ സിറ്റുവേഷൻ പ്രശ്നമില്ല, പക്ഷെ
ചില സോഷ്യൽ സിറ്റുവേഷനൊക്കെ മിണ്ടാൻ പറ്റാതാക്കുക. ഇറ്റ് മേ കോഎക്സിസ്റ്റ് വിത്ത് സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ. സോഷ്യൽ ആൻസൈറ്റിന്റെ കൂടെ കാണാറുണ്ട്. ആൻഡ് ക്യാൻ ബി പെർസീവ്ഡ് ആസ് എ ഷൈനസ് ഓർ റൂഡ്നെസ് ബൈ അതേഴ്സ്. മറ്റുള്ളവരെ പറയും ഭയങ്കര ജാടയാണ് അല്ലെങ്കിൽ ഭയങ്കര നാണക്കാരനാണെന്നൊക്കെ പറയാറുണ്ട്. ചിൽഡ്രൻ വിത്ത് സെലക്ടീവ് മ്യൂട്ടിസം may remain silent in school for years. സ്കൂളൊന്നും മിണ്ടൂല, ബട്ട് സ്പീക്ക് ഫ്രീലി അറ്റ് ഹോം എന്നത്. പക്ഷെ വീട്ടിൽ ഭയങ്കര സംസാരം ആയിരിക്കും. ഇനി PTSD ഉണ്ട്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. PTSD എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഒരു സ്ട്രെസ്സിന് ഒരു ട്രോമയ്ക്ക് ശേഷം ഭയങ്കരമായിട്ടും സ്ട്രെസ് അല്ലെങ്കിൽ പേടി വരാം. ഇപ്പം മുണ്ടക്കൈയിലൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ കുറച്ചു പേർക്കൊക്കെ ഉണ്ട് PTS. അതായത് ഇപ്പം മാറി മാറി വരുന്നുണ്ട്. അതായത് ട്രോമ കണ്ടിട്ടുള്ള സ്ട്രെസ്. അതെന്തോ ആവട്ടെ, ട്രോമ എന്ന് പറയുന്നത് ഒരു പ്രകൃതി ദുരന്തം മാത്രമൊന്നും അല്ല കേട്ടോ. ഒരു ആക്സിഡന്റ് നേരിൽ കാണാം, വീട്ടിലുള്ള അച്ഛനും അമ്മയുടെ വഴക്ക്, ഇതൊക്കെ ട്രോമയാണ്. It has been established that an extremely stressful event that could have been life-threatening and that is not common everyday experience could lead to various psychological symptoms, not only in adults but also in children. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സാധനം നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കയറി വരികയാണ്. അത് സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതാണ് പോസ്റ്റ് ട്രോമയ്ക്ക് ശേഷമുള്ള സ്ട്രെസ് ഡിസോർഡർ. ദീസ് ട്രോമാറ്റിക് സ്ട്രെസ്സസ് may include ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജീവിക്കുക, ഒരു മറ്റേ എന്താണ് ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പം പാലസ്തീൻ കുട്ടികളൊക്കെ കോമ്പാറ്റ് ടെററിസ്റ്റ് അറ്റാക്ക് പെടുക, റേപ്പ് ചെയ്യപ്പെടുക, നാച്ചുറൽ ഡിസാസ്റ്ററിൽ പെടുക, അതായത് എർത്ത് സുനാമിയോ സ്കൂൾ വയലൻസിൽ പെട്ടുപോവുക, നെഗ്ലക്ട്, സീരിയസ് ആക്സിഡന്റ്സ്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ലോസ് ഓഫ് എ ലവ്ഡ് വൺ, നമ്മൾ വേണ്ടപ്പെട്ട ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെടുമ്പോഴൊക്കെ PTSD വരാം. It is important to remember that for a diagnosis of PTSD, post-traumatic stress disorder, the symptom must last for a month. ട്രോമ കഴിഞ്ഞിട്ട് ഒരു മാസമെങ്കിലും സിംറ്റംസ് നിലനിൽക്കണം എന്നാലേ പറയാം. PTSD is a traumatic event thought to cause a pathological memory. ആ ഒരു ഇവന്റ് അവർക്ക് പാത്തോളജിക്കൽ ഓർക്കുമ്പോ തന്നെ പേടിയാവും. That is also defining clinical symptom of the disorder. അതായത് അവർക്ക് ഈ ഒരു ട്രോമ അവർക്ക് ഉറക്കത്ത് കാണുക, അതുപോലെ തന്നെ അത് അവരെ ഹോണ്ട് ചെയ്തോണ്ടിരിക്കുക, അത് മനസ്സിൽ നിന്ന് പോവാതിരിക്കുക, ഇതൊക്കെയാണ് PTSD. These memories can be brief bit of the experience and may also be related to event that happened before the traumatic event or moment. അതായത് ബ്രീഫ് ബിറ്റ് ആയിരിക്കും. ചിലപ്പം അപ്പം നടന്നതിൽ തൊട്ട് മുന്നേ നടന്ന കാര്യങ്ങൾക്ക് വീണ്ടും 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 ഓർമ്മ വരിക. ഇനി സം ഓഫ് ദി ഫോളോയിങ് സിംറ്റംസ് ആണ് PTSD ഉള്ള കുട്ടികളിൽ കാണാം. ഇൻട്രൂഷൻ സിംറ്റംസ് ഉണ്ട്. റീ എക്സ്പീരിയൻസ് ട്രോമാറ്റിക് ഇവന്റ് ത്രൂ നൈറ്റ്മെയർ. ഉറക്കത്ത് കാണാം ആ ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, ആ ഇമേജ് കാണാം, ഫ്ലാഷ് ബാക്ക് ഇതൊക്കെ കാണാം. ഇനി അവോയ്ഡൻസ് സിംറ്റം. ഇപ്പം ഒരു ആക്സിഡന്റ് നടന്ന റോഡ് അവർ കണ്ടതാണ് അവർക്ക് ട്രോമയിൽ, ആ ആക്സിഡന്റ് നടന്ന വഴിക്ക് പോവാതിരിക്കുക, ഒരിക്കലും പോവാതിരിക്കുക, സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുക. Avoidance of any trauma-related stimuli such as feeling or thoughts. This can lead to change in routine for some individuals. എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് ആൻസൈറ്റി, അഡൽട്ട് ആട്ടോ, ഫ്രണ്ട് കൺമുന്നിൽ 2 കാറിലായിട്ട് പോയതിന് തൊട്ട് മുന്നിലുള്ള കാറിൽ ഫ്രണ്ട് ആക്സിഡന്റ് ആയിട്ട് മരണപ്പെട്ടു. കൺമുന്നിൽ കാണുകയാണ്. പിന്നെ ഇയാൾക്ക് ആ വഴി തന്നെ ജോലിക്ക് പോകണം, ആ വഴി പോവാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇയാൾ എത്രയോ കിലോമീറ്റർ ചുറ്റിയിട്ടാണ് ഇയാളുടെ ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. അതാണ് റൊട്ടീനിലെ ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ നെഗറ്റീവ് കോഗ്നിഷൻ ആൻഡ് മൂഡ് വരാം. അറോസൽ ആൻഡ് റിയാക്ടിവിറ്റി, അതായത് ഹൈപ്പർ വിജിലന്റ് ആവാം, റെക്ലെസ് ബിഹേവിയർ എടുക്കാം. അതായത് ഭയങ്കര എന്താ പറയാ, മുന്നും പിന്നും നോക്കാത്ത ബിഹേവിയർ എടുത്തു ചാടി ചെയ്യുക, അഗ്രഷൻ, ഇറിറ്റബിലിറ്റി, സ്റ്റാർട്ടിംഗ് റിയാക്ഷൻ ആർ ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ഇതൊക്കെയാണ് PTSDയുടെ സിംറ്റംസ് ആയിട്ട് പറയും. ഇനി കാരണങ്ങൾ പറയുന്നുണ്ട്. അബ്യൂസ്, നെഗ്ലക്ട്, ഡിസാസ്റ്റർ, ആക്സിഡന്റ്, വയലന്റ് ആക്ട്, ഡെത്ത് ഓഫ് എ ലവ്ഡ് വൺ, സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇൻ ലൈഫ് ഒക്കെ കാരണങ്ങളാണ്. ഓക്കെ ആണോ? വെരി ഗുഡ്. ഇനി കുട്ടികളിൽ കണ്ടുവരുന്ന ഡിപ്രഷൻ ആണ്. ഡിപ്രഷൻ ഇസ് നോട്ട് ഹാവിംഗ് എ ബാഡ് മൂഡ് ഓർ an occasional feeling of being down or sad. Depression exists on a continuum of severity from mild and transient state of low mood to severe symptoms impacting the quality of life of an individual. അതായത് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ സങ്കടമല്ല കേട്ടോ, മരവിച്ച അവസ്ഥ. ഡിപ്രഷൻ നമ്മൾ ഒറ്റ വാക്കില് ഉപമിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് മരവിച്ച അവസ്ഥ എന്ന് പറയാം. അതായത് ഡിപ്രഷനിൽ മെയിൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹോപ്പ്ലെസ്നെസ്, ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കുക, പിന്നെ ഹെൽപ്ലെസ്നെസ്, തോന്നുന്നു. പിന്നെ 2 സിംറ്റം ഉള്ള ഒന്ന്, പണ്ട് വളരെ ആഗ്രഹത്തോടെ ചെയ്ത പല കാര്യങ്ങൾക്കും ഇപ്പൊ ഒരു താല്പര്യം ഇല്ലാതിരിക്കുക. അതാണ്
വേറൊരു സിംറ്റം എന്ന് പറയുന്നത് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പ്ലഷറബിൾ ആക്ടിവിറ്റീസ്. അതിന്റെ കൂടെ സൂയിസൈഡൽ തോട്ട്സും ഉണ്ടാവും. സിവിയർ ഡിപ്രഷനിൽ സൂയിസൈഡ് ചെയ്യല് വളരെ സാധാരണ. ഹെൽപ്ലെസ്നെസ് ആണ്, ഹോപ്പ്ലെസ്നെസ് ആണ്, വർക്ക്ലെസ്നെസ് ആണ്. പിന്നെ ഒരു ആക്ടിവിറ്റിയിലും ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ മരണം അല്ലാതെ അവർക്ക് വേറെ മുന്നിൽ ഓപ്ഷൻസ് ഇല്ലാതെ വരികയാണ്. It is primarily characterized by the following symptom: depressed mood, loss of interest in activities, sleep-related problems. ഒന്നെങ്കിൽ ഭയങ്കര ഉറക്കം അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, that is too much or little sleep, weight loss അല്ലെങ്കിൽ weight gain വരാം, psychomotor retardation, അനങ്ങാൻ പോലും നോക്കില്ല, psychomotor retardation, slow physical movement or agitation, loss of energy അല്ലെങ്കിൽ fatigue, ക്ഷീണം, difficulty in concentrating, thinking or making decision. കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ചിന്തിക്കാൻ ബുദ്ധിമുട്ട്, ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ട്, എപ്പോഴും ഒരു ഗിൽറ്റ് ഫീല്, വർക്ക്ലെസ്നെസ്, റെക്കറന്റ് തോട്ട് ഓഫ് ഡെത്ത്, മരിക്കാൻ വേണ്ടിയുള്ള തോന്നല്. It has been studied that the preoccupation with the death and related thoughts is more often seen in older children and adults and might not be manifested in younger ones. കുട്ടികളിൽ അങ്ങനെ ആത്മഹത്യ കാണാറില്ല, പക്ഷെ ഓൾഡർ ചിൽഡ്രനിലും അഡൽട്സിലും ആത്മഹത്യ പ്രേരണ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് കാണാറ് ഉണ്ട്. ഒറ്റ സെക്കൻഡ്. ഹലോ, എന്താ വെച്ചാല് അവരുടെ കോൺസെപ്റ്റ് ഓഫ് ഡെത്ത് ഇസ് വാഗ് നോട്ട് ബിൽഡ്. അവർക്ക് മരണത്തെ പറ്റി എന്തെങ്കിലും അറിയാത്തിട്ട് കുട്ടികൾ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കാറില്ല. ഹലോ, എടുത്തു, എനിക്കും എടുക്കണം. എടുത്തോളാം. പിന്നെ ഈ രണ്ട് ടേബിൾ ഒന്ന് വായിച്ചു നോക്കാം, ഡിപ്രഷനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്രീ സ്കൂളേഴ്സിന് വരാം ഡിപ്രഷൻ, മൈൽഡ് ചിൽഡ്രന്, മിഡിൽ ചിൽഡ്രനിൽ വരാം, മിഡിൽ ചൈൽഡ്ഹുഡിൽ വരാം, അതുപോലെ ഏർലി ചൈൽഡ്ഹുഡ് അടുത്തത് ഏർലി ചൈൽഡ്ഹുഡിൽ വരാം, മിഡിൽ ചൈൽഡ്ഹുഡിൽ വരാം, അഡോളസൻസിലൊക്കെ വരാം. ഇതിലൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ഫോർ പ്രീ സ്കൂളേഴ്സ് ടു വെർബലൈസ് ദിയർ ഇമോഷൻ. പ്രീ സ്കൂളേഴ്സ് ഇത് പറഞ്ഞു തരാൻ അറിയില്ല, ബിക്കോസ് അവർക്ക് അവരുടെ ഇമോഷൻ പറഞ്ഞു തരാൻ പറ്റാത്തത് കൊണ്ട് അവരിലെ ഡിപ്രഷൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മിസ് ചെയ്യാറുണ്ട്. The ability to talk and express themselves increase gradually till middle childhood എത്തുമ്പോഴാണ് അവരുടെ പ്രശ്നങ്ങളൊക്കെ സ്വന്തമായിട്ട് പറഞ്ഞു തരാൻ തുടങ്ങുക. അഡോളസൻസിൽ ഭയങ്കരമായിട്ട് പറയും. As adolescents 30 to 18 years is the time to be involved in various different activities, become independent ആവും, ഒരു കരിയർ ചൂസ് ചെയ്യും, റിലേഷൻഷിപ്പ് ഉണ്ടാവും, വാർണിംഗ് സൈൻസ് ഒക്കെ കാണുന്നതാണ്. സംടൈംസ് പാരന്റ്സ് ആൻഡ് പിയേഴ്സ് ഇഗ്നോർ ദ വാർണിംഗ് സൈൻസ് ഓഫ് ഡിപ്രഷൻ. ഡിപ്രഷന്റെ വാർണിംഗ് സൈൻസ് പലപ്പോഴും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാറുണ്ട്. ഒന്നുമല്ല, അവർ പണ്ട് വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ ഒന്നുമില്ല, അനക്കം കുറവാണ്, ഉറക്കം കുറവാണ്, ഭക്ഷണത്തോട് തീരെ താല്പര്യമില്ല, ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുന്നുണ്ടെങ്കിൽ സംശയിച്ചോളാം. എസ്പെഷ്യലി പാരന്റ്സിന് ആർക്കെങ്കിലും ഡിപ്രഷൻ ഉണ്ടെങ്കിൽ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം ഡിപ്രഷൻ ഇസ് മോസ്റ്റ് കോമൺ ഡിസോർഡർ. ഇനി എന്ത് കാരണങ്ങൾ കൊണ്ട് ഡിപ്രഷൻ വരാം? സം ഓഫ് ദി ഇഷ്യൂസ് ദാറ്റ് കുഡ് ബി സീൻ ഇൻ ചിൽഡ്രൻ വിത്ത് ഡിപ്രഷൻ. സ്കൂൾ ആൻഡ് അക്കാഡമിക് ഇഷ്യൂ കാരണം വരാം, ട്രബിൾ വിത്ത് പിയേഴ്സ് കാരണം വരാം, സൂയിസൈഡൽ തോട്ട്സ് ആർ കോമൺ ഇൻ അഡോൾസൻസ്. സൂയിസൈഡൽ തോട്ട്സ് അഡോൾസൻസിലാണ് കോമൺ. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇതിലൊരൊറ്റ ഡിസോർഡർ കൂടി നമുക്ക് എടുക്കാനുള്ളൂ. അത് ഇമ്പോർട്ടന്റ് ആണ്, നാളെ പറഞ്ഞുതരാം കേട്ടോ. അത് നാളെ രാവിലെ തന്നെ പറഞ്ഞുതരാം. നമ്മളിപ്പം ഏതൊക്കെ ഡിസോർഡർ നോക്കി? നമ്മള് വളരെ വിശദമായിട്ട് ADHD നോക്കി, അതുപോലെ തന്നെ കണ്ടക്ട് ഡിസോർഡറും ഒപ്പോസിഷണൽ ഡിഫിയന്റ് ഡിസോർഡറും നോക്കി, അതുപോലെ മൂന്നാമതായിട്ട് നമ്മൾ നോക്കിയത് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ ഇൻ ചിൽഡ്രൻ ആണ്. ആൻസൈറ്റിയും നോക്കി, ഡിപ്രഷൻ നോക്കി. കമ്മിങ് ടു ക്വസ്റ്റ്യൻ പേപ്പർ, ADHD വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കോസ് ഓഫ് ADHD ഡിസോർഡർ. സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡറും സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡറും ചോദിച്ചിട്ടുണ്ട് 5 മാർക്കിന്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ സിംപ്റ്റംസ് ആൻഡ് ഇഷ്യൂസ് ഇൻ ഡിപ്രഷൻ അമോങ് ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് നാളെ എടുക്കുന്നത് ID, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ആൻഡ് ഓൾസോ 16ാമത്തെ ചാപ്റ്ററിൽ ആകെ ഒരൊറ്റ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ, ഓട്ടിസം ആണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഡിസോർഡർ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഓട്ടിസം ആണ് മെയിൻ ആയിട്ട്. ഓട്ടിസം എന്തായാലും ചോദിക്കാൻ വളരെ ചാൻസ് ആയി. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കാണാറുണ്ട് ഓട്ടിസം മാത്രം. അപ്പൊ നാളെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഓട്ടിസം എടുത്തരാം. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? It was very helpful, ma'am. Thank you so much.
അപ്പൊ നാളെ നമ്മള് സ്റ്റഡി പ്ലാൻ മൊത്തത്തിലൊന്ന് ഡിസ്കസ് ചെയ്യും. ഏതൊക്കെ ചാപ്റ്റർ ആണ് സ്ട്രെസ് ചെയ്ത് നോക്കേണ്ടത് എന്നുള്ളതും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദിസ് ഇസ് ദ സ്റ്റഡി പ്ലാൻ. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്റ്റഡി പ്ലാൻ ആണ്. നമ്മുടെ സ്റ്റഡി പ്ലാന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെൻ സി ചാപ്റ്റർ 1 മുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഒരു ഫയലാക്കിയിട്ട്, അതായത് അത് നോക്കിയാൽ നമുക്കറിയാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, ഏത് ചാപ്റ്റർ സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് വളരെ വിശദമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ചില ചാപ്റ്റേഴ്സിൽ ഒരു ക്വസ്റ്റ്യൻ വരാത്തൊക്കെയാണ്. സോ കണ്ടോ, 8th ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, 10th ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. സോ ആ രീതിയിലാണ് നമ്മുടെ സ്റ്റുഡൻസിന് ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത്. തേർഡ് ഇയറിലേക്കും സെക്കൻഡ് ഇയറിലൊക്കെ ഉള്ള അഡ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഐ നീഡ് യുവർ ഫീഡ്ബാക്ക്. അത് നിങ്ങൾ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ, നമ്മുടെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നത്. അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ക്ലാസ് ഒക്കെ എടുക്കാൻ മോട്ടിവേഷൻ കിട്ടുക. ഹോപ്പ് ദി ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണും. അത് ഇറ്റ്സ് മീ അബ്ദുല്ലാഫി സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.